കനത്ത പ്രതിഷേധങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ MP ഇന്ന് പാലക്കാട്ടേക്ക് വരുന്നുണ്ട്. ഷാഫിക്കെതിരെ വ്യാപക പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് അറിയുന്നു. പ്രതിഷേധമുണ്ടായാൽ പ്രതിരോധം തീർക്കുമെന്നാണ് UDF പറയുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും ഇന്നാണ്. കാളയുമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സാധ്യത. ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം ഷാഫി പറമ്പിലിനെതിരെ ആയുധമാക്കുകയാണ് CPIM. എന്നാൽ ഷാഫി പറമ്പിലിനെതിരെയുള്ള പ്രതിരോധം അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ UDF ചെയ്യുന്നത്. ഇതിപ്പോ നഗരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? ഷാഫി എത്തുന്നതുമായി ബന്ധപ്പെട്ട് BJPയുടെ കാര്യം ഞാൻ രണ്ടാമത് ചോദിക്കാം. ഗുഡ് മോർണിംഗ് അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടേക്ക് എത്തിച്ചത് ഷാഫിയാണ്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഷാഫി പാലക്കാടിനെ ചതിച്ചു എന്ന രീതിയിൽ KSU യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകളടക്കം ചർച്ചകൾ നടക്കുന്നു. അതിനു പിന്നാലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ DYFIയും ഉയർത്തുന്നു. അതിനിടയിലാണ് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ വടകരയിൽ ഷാഫിയെ DYFI പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിൽ ആരോപണങ്ങൾ തന്റെ അനുയായിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്ന സമയത്താണ് എവിടെയാണോ രാഹുലിനെ ഇറക്കി ഷാഫി വിജയിപ്പിച്ചത് ആ മണ്ഡലമായിട്ടുള്ള പാലക്കാട്ടേക്ക് തന്നെ ഷാഫി എത്തുന്നത്. ഷാഫി ഇന്നൊരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പാലക്കാട്ടേക്ക് എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു വിവാഹ ചടങ്ങാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും എന്ത് ചടങ്ങ് തന്നെയാണെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സംരക്ഷണം ഒരുക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെയും തീരുമാനം. ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം ഉണ്ടായാൽ കൃത്യമായി അതിനെ തടയുക, അതിന് ഷാഫിക്ക് അനുസൃതമായിട്ടുള്ള സംരക്ഷണം ഒരുക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസും കടന്നിരിക്കുന്നത്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സമരങ്ങളും തുടരാൻ തന്നെയാണ് DYFIയുടെ തീരുമാനം. ഇന്നും ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടാവുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. DYFIയുടെ സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തുടർ പ്രക്ഷോഭങ്ങൾ അടുത്ത ദിവസം ഉണ്ടാവുമെന്നും DYFIയുടെ പാലക്കാട് ജില്ലാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരുപാട് പ്രതിഷേധങ്ങളെല്ലാം പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്നതാണ്. ആ സമയത്താണ് ഇപ്പോൾ ഷാഫി വീണ്ടും പാലക്കാട്ടേക്ക് എത്തുന്നത്. ഷാഫിയാണ് പാലക്കാട്ടേക്ക് രാഹുലിനെ എത്തിച്ചത്. പാലക്കാടിനെ ഷാഫി ചതിച്ചു എന്ന് KSUവിന്റെ ആലത്തൂർ മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ KSU പ്രവർത്തകരാണ് ആക്ഷേപം ഉന്നയിച്ചത്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷാഫി പാലക്കാട്ടേക്ക് എത്തുന്നത്. ഇനി എത്തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നുള്ളതാണ് പോലീസും എല്ലാവരും നോക്കി നിൽക്കുന്നത്. ഓക്കെ, അതെന്തായാലും ഷാഫിക്കെതിരെ സമരം തിരിയുന്നു. ഷാഫിയെ പ്രതിരോധിച്ചുകൊണ്ട് UDF അതൊരായുധമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു.